Dear students, income tax മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇൻകം ഫ്രം സാലറിയിലെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻകം ഫ്രം സാലറിയിലെ പ്രോബ്ലംസ്. എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെയായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് പഠിക്കാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു the income of Sri Rajiv Mehta for the previous year 2020-21. He is employed in a cotton textile mill at Bengaluru on a monthly salary of ₹25,000. അത് വർക്ക് ചെയ്തത് എവിടെയാണ്? രാജീവ് മേത്ത വർക്ക് ചെയ്തത് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽ അറ്റ് ബംഗളൂരിലാണ്. എത്ര കിട്ടും നോക്ക്? ഓരോ മാസം 25,000 വീതമാണ് കിട്ടുന്നത്. He is also entitled to a commission at 1% of sales affected by him. അദ്ദേഹം എത്ര സെയിൽസ് ഇൻക്രീസ് ചെയ്തോ അതിനൊക്കെ അദ്ദേഹത്തിന് 1% എന്ത് കിട്ടുന്നുണ്ട്, കമ്മീഷൻ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത്. The sale affected by him during the previous year amounted to ₹40 lakh. അദ്ദേഹം എത്ര രൂപ സെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്? 40 ലക്ഷം രൂപയുടെ സെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എത്ര രൂപ കമ്മീഷൻ കിട്ടും? 40 ലക്ഷം രൂപയുടെ 1%. എത്രയുണ്ടോ ആ എമൗണ്ട് അദ്ദേഹത്തിന് കിട്ടും, കമ്മീഷൻ ആയിട്ട് കിട്ടും. He received the following allowances and perquisites. ഇതിനൊക്കെ പുറമെ ഇദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള അലവൻസുകളും പെർക്വിസിറ്റുകളും കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ ഓരോന്നോരോന്നും നോക്കുകയാണ്. ഒന്നാമത് നമുക്ക് DA at ₹6,000 per month. ഓരോ മാസവും 6,000 രൂപ വീതം കിട്ടുന്നുണ്ട്, DA കിട്ടുന്നുണ്ട്. അവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞു നോക്ക്, ആസ് പെർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ്. ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് എന്ത് ചെയ്യണം, ഇത് എവിടെ എടുക്കും? ഹൗസിന്റെ അലവൻസ് എടുക്കണമെങ്കിൽ അവിടെ എടുക്കും, റെക്കഗ്നൈസ്ഡ് പ്രൊഡക്റ്റ് ഫണ്ടിന്റെ എടുക്കും, റെന്റ് ഫ്രീ അക്കോമഡേഷൻ എല്ലാം എടുക്കും. DA ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലായിടത്തും സാലറി എടുക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആസ് പെർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രത്യേകം എടുക്കണം. രണ്ടാമത്തത് ബോണസ് അറ്റ് 2 months ബേസിക് സാലറി. ബോണസ് 2 മാസത്തെ ബേസിക് സാലറി. ഇവിടെ 25,000 രൂപയുടെ സാലറി. അപ്പൊ 25,000 × 2 എത്രയാണ്? 50,000 രൂപ അല്ലെ. അതായിരിക്കും അദ്ദേഹത്തിന്റെ ബോണസ് അല്ലെ. ഇനിയോ മൂന്നാമത്തെ എന്റർടൈൻമെന്റ് അലവൻസ് ₹2,000 per month. എന്റർടൈൻമെന്റ് അലവൻസ് 2,000 per month. 2,000 × 12. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അത് ഡിഡക്ഷനിൽ കുറക്കും ചെയ്യാം. ഇവിടെ ഗവൺമെന്റ് എംപ്ലോയി ആണോ പറഞ്ഞിട്ടുള്ളത്? അല്ലല്ലോ. ഇവിടെ എന്താണ്, ബംഗളൂരു മന്ത്ലി ബേസിസ് കോട്ടൺ ടെക്സ്റ്റൈലാണ്, ഗവൺമെന്റ് ജോലിയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, എന്റർടൈൻമെന്റ് അലവൻസ് ഡിഡക്ഷനിൽ കുറക്കാൻ പാടില്ല. നമ്മുടെ കൂട്ടുവേണം, ഇവിടെ കൂട്ടുവേണം. ഇനി അടുത്ത റേറ്റ് നോക്ക്, HR ₹5,000 per month. എത്രയാണ് HR കിട്ടുന്നത്? 5,000 രൂപയാണ് ഓരോ മാസം. 5,000 × 12. അത് നേരിട്ട് എഴുതാൻ പറ്റും. ഹൗസ് റെന്റ് അലവൻസ് ഒരിക്കലും നേരിട്ട് എഴുതാൻ പറ്റില്ല. എന്ത് ചെയ്യണം, അതിനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. എത്രയാണ് അതിന്റെ ടാക്സബിൾ ഹൗസ് റെന്റ് അലവൻസ് എന്ന്. എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? 3 തരത്തിലുള്ള 3 കണ്ടീഷൻസ് നോക്കണം അല്ലെ. ഏതൊക്കെയാണ്? ഒന്ന്, ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ്. ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ 5,000 per month. 5,000 × 12 ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. അതായത് ഇയാളുടെ സാലറിയുടെ 10%-ത്തേക്കാൾ എത്ര കൂടുതൽ റെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന്. സാലറിയുടെ 10%-ത്തേക്കാൾ കൂടുതൽ എത്ര റെന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ റെന്റ് പെയ്യാൻ നിൽക്കണം അല്ലെ, അതിൽ നിന്ന് 10% സാലറി കുറക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ 50% ഓഫ് സാലറി ഇൻ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് 40% ഓഫ് സാലറി ഇൻ അതർ പ്ലേസസ്. ഇവിടെ ഏതാ സ്ഥലം നോക്കി? ബംഗളൂരു. അപ്പൊ 40% സാലറി. അത് ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സംപ്റ്റ്. എന്നിട്ടോ എത്രയാണ് ആക്ച്വലി കിട്ടിയത്, അതിൽ നിന്നും എക്സംപ്റ്റ് എമൗണ്ട് കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ട് ആണല്ലോ കിട്ടുക, ടാക്സബിൾ HR കിട്ടുക. അപ്പൊ അത് നമ്മൾ അങ്ങനെ ചെയ്യണം. But the employer paid ₹10,000 towards the income tax liability of Sri Rajiv Mehta. രാജീവ് മേത്ത ഒരു 10,000 രൂപ എന്ത് ചെയ്യാണ്ട് ഇൻകം ടാക്സ് അടക്കാനുണ്ട്. അത് ആരടച്ചു? എംപ്ലോയർ അടച്ചു. എംപ്ലോയർ paid ₹10,000 towards the income tax liability of Sri Rajiv. രാജീവിന്റെ ഇൻകം ടാക്സ് ലയബിലിറ്റി ആരടച്ചത്? അടച്ചു. അപ്പൊ അതൊരു പ്രിക്വസൈറ്റ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടാക്സ് കൊണ്ടായിട്ട് എടുക്കണം. അടുത്ത the employer provided him LTC of ₹35,000 for going to Shimla. LTC ലീവ് ട്രാവൽ കൺസെഷൻ ആണ്. ലീവ് ട്രാവൽ അതായത് ലീവിന്റെ സമയത്തൊക്കെ ഈ എംപ്ലോയി എന്ത് ചെയ്യാണ്, വേഗത്തിൽ ടൂർ പോലെ പോവാൻ
പോവുകയാണെങ്കിൽ അതിന് എംപ്ലോയർ കൊടുക്കുന്ന എമൗണ്ട് ആണ് ലീവ് ട്രാവൽ കൺസെഷൻ. ടൂർ പോകാൻ വേണ്ടി കൊടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ആ 35,000 രൂപ എന്താണ് നമ്മൾ എക്സംപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുക. അപ്പൊ എവിടെ ലീവ് ട്രാവൽ കൺസെഷൻ LTC വന്നാൽ LTC ഉണ്ടോ അതെന്തായിട്ട് കണക്കാക്കണം? എക്സംപ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊക്കെ he has been also provided with gas, electricity and water facility and the employer spent rupees 15,000 on this. അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ട്? ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ഒക്കെ കിട്ടുന്നുണ്ട്. അതിന്റെ ബില്ലടക്കുന്നത് ആരാണ്? മുതലാളിയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്താണ്? പെർക്വിസൈറ്റ് ആണ്, ടാക്സബിൾ എമൗണ്ട് ആണ് ഈ 15,000 രൂപ. മറ്റൊന്ന് the employer gave him cotton worth ₹1,000 free of cost. എന്താണ്? എംപ്ലോയർ ഇയാൾക്ക് 1000 രൂപയുടെ കോട്ടൺ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വർക്ക് ചെയ്യുന്ന കോട്ടൺ ടെക്സ്റ്റൈൽ മില്ലിലാണ്. അപ്പൊ മുതലാളി 1000 രൂപയുടെ കോട്ടൺ കൊടുത്തു. ഈ കോട്ടൺ കൊടുത്തത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. 5000 രൂപ വരെ വിലയുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ എക്സംപ്റ്റ് ആണ്. പക്ഷെ ഇവിടെ കോട്ടൺ കൊടുത്തു എന്നേ പറയുന്നുള്ളൂ, അല്ലാതെ ഒന്നും പറയുന്നില്ല. അത് ഗിഫ്റ്റ് ആണെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് എന്തായിട്ട് കണക്കാക്കണം? ടാക്സബിൾ ആയിട്ട് കണക്കാക്കണം. അടുത്തായിട്ട് നോക്ക്, he and his employer both contributed 15% of his salary to RPF and interest credited to this fund at 9% amount rupees 30,000 during the previous year. Recognized provident ഫണ്ടിലേക്ക് ഈ എംപ്ലോയിയും എംപ്ലോയറും എത്ര ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്തു? 15% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്താൽ പ്രശ്നമില്ല. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിയുടെ സാലറിയുടെ 12%-ത്തേക്കാൾ കൂടുതൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തോ ആ എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. അല്ലെ? ഇവിടെ എത്രയാണ്? 15%. അപ്പോ 12%-ത്തേക്കാൾ 3% അധികം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ആ 3% ടാക്സ് കൊടുക്കണം. ഇൻട്രസ്റ്റ് നോക്ക് 9%. നമുക്ക് അറിയുന്ന കാര്യമാണ്. 9.5% വരെയാണെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നമില്ല, ടാക്സബിൾ അല്ല. ഇവിടെ എത്രയാണ്? 9% ഉള്ള. അപ്പൊ പ്രശ്നമില്ല, അത് നമ്മൾ എടുക്കേണ്ടതില്ല. ഇൻട്രസ്റ്റ് വേണ്ടി എക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എഴുതിച്ചാൽ മതി. അടുത്തായിട്ട് നോക്കി, he spent ₹6,000 per month as the rent of the house occupied by him in Bengaluru. എന്താ പറഞ്ഞത്? ബാംഗ്ലൂരിൽ അദ്ദേഹം താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്നുണ്ട്. അദ്ദേഹം താമസിക്കാൻ വേണ്ടിയിട്ട് ആ വീട് എടുത്തിട്ടുണ്ടല്ലോ. ആ വീടിന് അദ്ദേഹം എത്ര രൂപ വാടക കൊടുക്കുന്നുണ്ട്? 6,000 per month. ഒരു മാസത്തിൽ 6,000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു റെന്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് റെന്റ് ഫീ അക്കോമഡേഷൻ അല്ല, അത് ഹൗസ് റെന്റ് അലവൻസിന്റെ ടാക്സബിൾ എമൗണ്ട് കാണാൻ വേണ്ടി തരുന്നതാണ്. ഇവിടെ നോക്കി, HRA 5,000 per month മാത്രമേ തന്നിട്ടുള്ളൂ. എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% സാലറി കിട്ടണമെങ്കിൽ അവിടെ റെന്റ് പെയ്ഡ് എത്രയാണ് കിട്ടണ്ടേ? റെന്റ് പെയ്ഡ് എത്ര കിട്ടണ്ടേ? ആ റെന്റ് പെയ്ഡ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താണ്? കമ്പ്യൂട്ടർ ടാക്സബിൾ സാലറി. അപ്പൊ നമ്മൾ ആദ്യം നോക്കണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ സാലറി റെഡി കൊടുക്കുന്നു. എന്നിട്ട് ആദ്യം നോക്കുന്നു അദ്ദേഹത്തിന് എന്താ കിട്ടുന്നത്. ആദ്യം അദ്ദേഹത്തിന് സാലറി കിട്ടുന്നുണ്ട്. എത്ര രൂപ? 25,000 രൂപ സാലറി കിട്ടുന്നുണ്ട്. നമ്മളെ സാലറി 25,000 × 12 3 ലക്ഷം. പിന്നെ അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. 40 ലക്ഷം രൂപ അദ്ദേഹം വിറ്റു. അല്ലെ? വിറ്റാൽ 1% കമ്മീഷൻ കൊടുക്കുന്നു പറഞ്ഞിരുന്നു. അപ്പൊ 40 ലക്ഷത്തിന്റെ 1% കമ്മീഷൻ ഉണ്ട്. കമ്മീഷൻ 40 ലക്ഷത്തിന് 1% 40,000 രൂപ. പിന്നെന്താ പറഞ്ഞ നോക്ക്, പിന്നെ ആയി പറയുന്ന അലവൻസുകൾ പെർക്വിസൈറ്റുകളൊക്കെയാണ്. അതിൽ ഒന്നാമത് പറയുന്നത് DA ആണ്. DA ഏതിലൂടെ? DA 6,000 × 12 22,000. രണ്ടാമത്തത് ബോണസ് 2 months ബേസിക് സാലറി. ബേസിക് സാലറി 25,000 രൂപയാണ്. അതിന്റെ 2 മാസം സാലറി. അപ്പൊ ബോണസ് 25,000 × 50,000. അടുത്ത നോക്കി, എന്റർടൈൻമെന്റ് അലവൻസ് 2,000 per month. 2,000 × 12. എന്റർടൈൻമെന്റ് അലവൻസ് 2,000 × 12 24,000. അടുത്തത് പറയുന്നത് നോക്കി, HRA 5,000 per month. അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അല്ലെ? നമ്മൾ ആദ്യം ഹൗസ് റെന്റ് അലവൻസ് HRA നെറ്റിംഗ് കൊടുക്കുന്നു. അതിൽ 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ്. അല്ലെ? ആക്ച്വൽ എമൗണ്ട് ഓഫ് HRA റിസീവ്ഡ് എത്രയാണ് ഇവിടെ? 5,000 per month. അപ്പൊ 5,000 × 12 ആണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് HR റിസീവ്ഡ്. 5,000 × 12 60,000. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% സാലറി. നമ്മൾ എഴുതിച്ചു എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% സാലറി. അതിൽ ആദ്യം റെന്റ് പെയ്ഡ് എടുക്കണം. റെന്റ് പെയ്ഡ് ഇവിടെ തന്നു, താഴെ തന്നു. റെന്റ് പെയ്ഡ് എത്രയാണ്? 6,000 per month. അപ്പൊ 6,000 × 12 22,000. അതിൽ നിന്ന് എന്ത് കുറക്കണം? 10% ഓഫ് സാലറി കുറക്കണം. അപ്പൊ ഇവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ വരും? ഹൗസ് റെന്റ് അലവൻസിനെ സംബന്ധിച്ചിടത്തോളം സാലറി എന്ന് പറയുന്നത് ബേസിക് പേ വരും. അല്ലെ? ഡിയർനെസ് പേ വരും. DA ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാലും അത്
അതേപോലെ തന്നെ കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം. ഈ 4 കാര്യങ്ങളാണ് ഏതിൽ വരിക? ഹൗസ് റെന്റ് അലവൻസിൽ സാലറി കണക്കാക്കാൻ വേണ്ടിയിട്ട് വരിക. നമുക്കറിയാം ഇവിടെ ബേസിക് പേ തന്നിട്ടുണ്ട് അല്ലെ, 25,012 നമുക്ക് കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഡിയർനെസ് പേ തന്നിട്ടില്ലല്ലോ, അപ്പൊ അത് വേണ്ട. DA ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 6,000 12ന്റെ 72,000 രൂപ എടുക്കണം. പിന്നെയോ കമ്മീഷൻ ഓൺ ടേൺ ഓവർ അച്ചീവ്ഡ് ബൈ ഹിം 40 ലക്ഷം രൂപയുടെ 1% 40,000 രൂപയുണ്ട്, അതും എടുക്കണ്ടേ. ഏത് മാത്രമേ ഇല്ലാത്തതുള്ളൂ? ബേസിക് പേ മാത്രമേ ഇല്ലാത്തുള്ളൂ. അപ്പൊ ഈ 3 കാര്യം, ഈ 3,40,000 72,000, ഇത് 3ഉം എടുത്ത് അതിന്റെ 10%മാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 10% ഓഫ് സാലറി എന്നുള്ളത് കുറയ്ക്കേണ്ടത്. അപ്പോ 10% സാലറി 4,12,000. എന്താണ്? 3,40,000 അല്ലെ, 3,40,000 പ്ലസ് 72,000, 4,12,000 കിട്ടും. അതിന്റെ 10% 41,200 രൂപ കുറച്ചാൽ 72,000 41,200 കുറച്ച് ബാക്കിയുള്ള 30,800 നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ എഴുതുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ 50% സാലറി ഇൻ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ആൻഡ് 40% ഓഫ് സാലറി ഇൻ അതർ പ്ലേസസ്. ഇവിടെ ഏതാ പ്ലേസ്? ബംഗളൂരു അല്ലേ? 40% സാലറി 4,12,000. ഇതേ സാലറി 4,12,000ന്റെ 40% 1,64,800 കിട്ടി. ഇനി ഇതിൽ ഏറ്റവും ചെറുത് ഏതാണോ അതല്ലേ എക്സംപ്റ്റ്, അതല്ലേ എക്സംപ്റ്റ്. ഇതിൽ എത്ര ഏതൊക്കെയുണ്ട്? 60,000 ഉണ്ട്, 30,800 ഉണ്ട്, 1,64,800. ഏതാണ് ചെറുത്? 30,800 അല്ലേ ചെറുത്. ഈ 30,800 ചെറുതാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണെങ്കിൽ ടാക്സബിൾ എങ്ങനെ കാണും? ആക്ച്വലി എമൗണ്ട് ഓഫ് HR റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ് HR അല്ലേ? എത്രയാണ് എക്സംപ്റ്റിൽ? അത് കുറച്ചാൽ ബാക്കിയുള്ളതല്ലേ ടാക്സബിൾ HR. നമ്മൾ താഴേക്കാണ് ലീസ്റ്റ്, ദാറ്റ് ഈസ് എക്സംപ്റ്റ് ഈസ് 30,800. therefore taxable HR is equal to 60,000. actual amount എത്ര കിട്ടിയത്? 60,000 മൈനസ് എക്സംപ്റ്റിന്റെ amount 30,800 is equal to 29,200. നേരെ ഔട്ട് പോയി. അപ്പൊ ഹൗസ് റെന്റ് അലവൻസ് നമ്മൾ ട്രീറ്റ് ചെയ്തു. ഇനിയോ എംപ്ലോയർ പെയ്ഡ് rupees 10,000 towards income tax liability. ഒന്നുമില്ല, നേരെടുത്തില്ല, ടാക്സബിൾ ആണ്. കാരണം എന്താണ്? എംപ്ലോയി കൊടുക്കേണ്ട ഒരു എമൗണ്ട് എംപ്ലോയർ കൊടുത്തു അല്ലേ? അപ്പൊ നമ്മൾ എടുത്തത് ഇൻകം ടാക്സ് 10,000. പിന്നെയോ അടുത്തെന്താ? എംപ്ലോയർ പ്രൊവൈഡിംഗ് LTC ലീവ് ട്രാവൽ കൺസെഷൻ ഇരുന്നു, ലീവ് ട്രാവൽ കൺസെഷൻ എക്സംപ്റ്റ്. ഓക്കെ, അടുത്തെന്താ നോക്കുന്നു? ദി എംപ്ലോയർ ഗേവ് വാട്ടർ ഫെസിലിറ്റി, ഗ്യാസ് എലക്ട്രിസിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അത് എന്ത് ടാക്സബിൾ ആണ്. അപ്പൊ നമ്മൾ എഴുതി ഗ്യാസ് എലക്ട്രിസിറ്റി വാട്ടർ 15,000. പിന്നെ എംപ്ലോയർ ഗേവ് കോട്ടൺ നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ് 5,000 രൂപ വിലയുള്ളതാണെങ്കിൽ അത് എക്സംപ്റ്റ് ആണ്. ഇവിടെ ഗിഫ്റ്റ് ഒന്നും പറയാത്തോണ്ട് ടാക്സബിൾ ആയിട്ട് കണക്കാക്കുക. കോട്ടൺ 1,000. പിന്നെയോ ഈ ഹാൻഡീസ് എംപ്ലോയർ ബോത്ത് കോൺട്രിബ്യൂട്ടഡ് അല്ലെ? RPF കോൺട്രിബ്യൂട്ട് എത്ര ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്തു? 15% കോൺട്രിബ്യൂട്ട് ചെയ്തു. 12% ആണെങ്കിൽ പ്രശ്നമില്ല. അതിനേക്കാൾ മുകളിലുള്ള 3% ടാക്സ് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇത് RPF എക്സസ് ഓഫ് 12% അല്ലെ? അവിടെ RPF സംബന്ധിച്ചും ബേസ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സാലറി വരും, ഡിയർനെസ് പേ വരും അല്ലെ? DA ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ വരും, ടേൺ ഓവർ അച്ചീവ് ബൈ, കമ്മീഷൻ ഓഫ് ടേൺ ഓവർ അച്ചീവ് ബൈ, ഈ 4 കാര്യങ്ങൾ തന്നെയല്ലേ വരും. അതില് ഡിയർനെസ് പേ അല്ല, ബാക്കിയുള്ള 3. ഈ 3,40,000 72,000. അത് 3 കൂട്ടി അതിന്റെ 3% ടാക്സ് കൊടുക്കണം അല്ലെ? 15 വരെയുള്ള 3% ടാക്സ് കൊടുക്കണം. 4,12,000 3%, 12,360. പിന്നെ ഇൻട്രസ്റ്റ് 9%, 9.5% വരെ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അത് എക്സെപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 10.5% നില്ലാണ്. പിന്നെ എന്താ പറഞ്ഞത്? ഈ സ്പെൻഡ് ₹6,000 അത് നമ്മൾ എടുത്തില്ലേ? എടുത്തു. എവിടെ എടുത്തു? ഹൗസ് റെന്റ് അലവൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹം റെന്റ് കൊടുത്ത എമൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാം ഇല്ലേ? പിന്നെ കമ്പ്യൂട്ടർ ടാക്സ് സാലറി ചോദിച്ചത്. അപ്പൊ എല്ലാം കൂട്ടി കഴിഞ്ഞാൽ 5,53,560 കിട്ടും. അതാണ് ഗ്രോസ് സാലറി. ഇനി അതിൽ നിന്നും 3 കാര്യങ്ങൾ കൊടുക്കണം. സ്റ്റാൻഡേർഡ് എഡിഷൻ കൊടുക്കണം, എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ കൊടുക്കണം, പ്രൊഫഷണൽ ടാക്സ് കൊടുക്കണം. ഇവിടെ ഒന്നുമില്ല. സ്റ്റാൻഡേർഡ് എഡിഷൻ എല്ലാവർക്കും കുറയ്ക്കേണ്ട ഒന്ന് മാത്രമാണ്, അത് കുറക്കണം. എന്റർടൈൻമെന്റ് അലവൻസ് ഗവൺമെന്റ് എംപ്ലോയി അല്ലാത്തത് കുറയ്ക്കേണ്ട, പ്രൊഫഷണൽ ടാക്സ് തന്നിട്ടില്ല. അപ്പൊ 50,000 രൂപ കുറച്ചാൽ 5,03,560 രൂപ കിട്ടും. ഇതാണ് ടാക്സബിൾ സാലറി. അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മൾ ടാക്സബിൾ സാലറി കാണാനുള്ള പ്രോബ്ലം നിർത്തുകയാണ്. എല്ലാ മേഖലയിലും ഓരോ പ്രോബ്ലത്തിലും 1-2 കാര്യങ്ങൾ അധികം പഠിച്ചു കഴിഞ്ഞു. എല്ലാ ഭാഗവും എത്തി. നമുക്ക് അതിൽ കൂടുതലായിട്ട് പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഗ്രാറ്റുവിറ്റി, കമ്മ്യൂണിറ്റി പെൻഷൻ ഒക്കെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.